ഞങ്ങൾ വേണ്ട മാന്നാർ വഴി വന്നപ്പോഴേ എൻ്റെ ഇവിടെ മഹാലക്ഷ്മി മെറ്റൽസ് അവിടെ ഒരു വലിയ കിണ്ടി ഉണ്ടെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു. ആ കിണ്ടി ഒന്ന് കാണാമെന്ന് വെച്ചാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു മഹാലക്ഷ്മി മെറ്റൽസ് കണ്ടു. അവിടാണോ ഇവിടാണോ ഈ സാധനം ഉള്ളതെന്ന് അറിയത്തില്ല. നമുക്കെന്തായാലും ഇത് കയറി നോക്കാം. ഇതിലെവിടെ ഏത് മഹാലക്ഷ്മി മെറ്റൽസിലാണ് ഈ കിണ്ടി ഇരിക്കുന്നത് നോക്കാം. നമ്മളിതിനകത്ത് കയറുമ്പം തന്നെ ഉണ്ട്, ഫ്രണ്ടിലോട്ട് കയറി വരുമ്പം തന്നെ ഒരു ഇരുട്ടുകുത്തിയോ എന്താ വെള്ളം പോലത്തെ സാധനം, അതിനെ രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ ഇടയ്ക്കൂടെ ആണ് എൻട്രൻസ് പോലെ നമ്മൾ അകത്തോട്ട് കയറുന്നത്. ഇവിടെ വരുമ്പം തന്നെ കാണാൻ നമുക്ക് വെളിയിൽ നിന്ന് നോക്കുമ്പോഴേ കാണാൻ ഇവിടെ വിളക്കുകൾ മാത്രമല്ല, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കുന്നുണ്ട്. നമുക്ക് ആദ്യം എന്തായാലും വന്ന സാധനം നമ്മൾ കാണാൻ വന്ന സാധനത്തിനെ ഒന്ന് കണ്ടുവരാം. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഇവിടെ ഇരിപ്പുണ്ട് ഞങ്ങൾ കാണാൻ വന്ന കിണ്ടി. ഇതാണ് ഞങ്ങൾ കാണാൻ വന്ന ആ കിണ്ടി. ഇവിടെ തന്നെ വാർത്ത. ഇത് എത്ര ഹൈറ്റ് ഉണ്ട്? ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമുക്കെല്ലാം അതിൻ്റെ കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ സാധനം സോഷ്യൽ മീഡിയയിൽ കണ്ടു എന്നുള്ളത് കഴിഞ്ഞ് വേറെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ അവരോട് തന്നെ ചോദിച്ച് അതിൻ്റെ വെയിറ്റും ഹൈറ്റും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. 22 ഇഞ്ച്. ഒരു എത്ര ദിവസത്തെ വർക്കായിട്ടാണ്? 15 ദിവസം എടുക്കുക. പോളിഷിങ് അതിന്റെ വാസ്തു എല്ലാം കഴിഞ്ഞ് കണക്കുകൾ മറ്റേ സാധാരണ എന്റെ സെയിം കണക്കാ. അത് തന്നെ കണക്കൊക്കെ സെയിമാ. വലിപ്പം കൂടി $43 കിലോ അല്ലേ? 43. നോർമൽ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കൊത്തിയെല്ലാം കൊത്തൊക്കെ അത് കഴിഞ്ഞ ശേഷം പ്രത്യേകം കൊത്തിയെടുത്താണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ എവിടെങ്കിലും കൊണ്ട് ഷോപ്പ് പീസായിട്ട് വെക്കാന്നല്ലോ. അമ്പലങ്ങളിലോ ഈ ഷോപ്പിംഗ് മാള്, പിന്നെ റിസോർട്ടുകൾ, പിന്നെ ആഡിറ്റോറിയം. ആരെങ്കിലും ചോദിച്ചു വരുന്നുണ്ടോ അതിന്? എത്ര അതിന്റെ വില എത്ര? ഇതിപ്പം 1.25. നിങ്ങൾ ആ കിണ്ടിയും കണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേ എൻ്റെ തൊട്ട് 18-ാം പടി മോഡല് ഒരു ശബരിമല ക്ഷേത്രത്തിൻ്റെ മോഡൽ. അതിൻ്റെ മുമ്പിൽ അയ്യപ്പ വിഗ്രഹമൊക്കെ ട്രിപ്പുണ്ട്. ഇത് ഓടാണോ പിച്ചളയാണോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ ചോദിച്ചു നോക്കട്ടെ അവരുടെ ഇതെന്തായി സംഭവം എന്നുള്ളത്. ഇത് ഓട് ഡിസൈൻ ചെയ്ത് തന്നെ എല്ലാം ഇവിടെ ചെയ്യുന്നതല്ലേ? ഇത് രണ്ടളവിലെ അല്ലേ? മറ്റേ ഈ ശാസ്താവിന്റെ ഇതും അതെയോ? അത് ഓടിന്റെ തന്നെയാണോ? ഏത് മേളിലത്തെ പിച്ചള, ബാക്കി ഇങ്ങോട്ടുള്ള ഓടാ. അതൊക്കെ നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്യുന്നു. അതോ ഓർഡർ അനുസരിച്ച് ചെയ്യുന്നു അമ്പലങ്ങളിലേക്ക് തന്നെ. ഇവിടെ ഈ വിളക്കുകൾ മാത്രമല്ല, കൗതുകകരമായ ഒരുപാട് സാധനങ്ങൾ, നിർമ്മിതികൾ ഇവിടെ കാണാനുണ്ട്. നമുക്കെല്ലാം ഒന്നും കാണാനുള്ള സമയമില്ല. ഞങ്ങൾക്ക് എളുപ്പം തിരിച്ചു പോകേണ്ടതുണ്ട്. എന്നാലും ഞങ്ങൾ ഇതിനകത്തൊരു കയറി വന്നപ്പോൾ ഫ്രണ്ടിൽ നല്ല ചെറിയ ഒരു കൗതുകകരമായ നല്ലൊരു വിളക്ക്, ചെറിയൊരു വിളക്ക് അടിക്കുന്ന കണ്ടു. നമുക്ക് അതിൻ്റെ അതൊന്ന് കണ്ടിട്ട് തിരിച്ചു പോകാം. അതുകൂടെ കാണുന്നുള്ളൂ. അതിനുള്ള സമയമുള്ളൂ ഞങ്ങൾക്ക്. കാഴ്ച കണ്ടു. ഇത് ഈ വിളക്ക്, ഇത് ഗണപതി വിളക്കാണോ? ഭദ്രദീപം. അതിന് ഹൈറ്റ് കുറച്ചായിട്ട് ഗണപതി വിളക്കിന്റെ മോഡൽ, ഗണപതി വിളക്കിന്റെ മോഡൽ തന്നെ ഹൈറ്റ് കുറവ്. തിരിയണം. എത്ര തിരിയുണ്ട് അതിനകത്ത്? 27 തിരിയുണ്ട്. നമ്മുടെ ഈ ഇതുപോലത്തെ തട്ടുവിളക്ക് വെക്കുന്നതിന് പകരമായിട്ടുള്ളത് നല്ല വെയിറ്റാണ് ഇത്. നമ്മളൊന്നും പിടിച്ചാൽ ടീപ്പോയി മാത്രമേ അനങ്ങത്തുള്ളൂ, സ്റ്റൂൾ മാത്രമേ അനങ്ങത്തുള്ളൂ. ഇത് എത്ര വെയിറ്റ് ആണിത്? നേരത്തെ കിണ്ടി ഇരുന്ന് ഇതല്ല, ഈ ടീപ്പോയിലാണ് ഇരുന്നത്. ഇതിലാണ് നേരത്തെ കിണ്ടി ഇരുന്നത്. 30 കിലോ ഉണ്ട്. 30 കിലോ സാധനമുണ്ട്.
ഇച്ചിരി ചെറുതാണ് അതിനേക്കാൾ. ഞങ്ങൾ വേണ്ട അവിടുന്ന് വിളക്കൊക്കെ വിളക്കും കിണ്ടിയൊക്കെ കണ്ടേച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ തന്നെ ഇച്ചിരി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മഹാലക്ഷ്മി മെറ്റൽസ് അടുത്തുള്ളത്. അത് അവരോട് ചോദിച്ചപ്പോൾ അവരുടെ തന്നെ സഹോദര സ്ഥാപനമാണെന്നാണ് പറഞ്ഞത്. ഇതാണ് ആ കട. നമുക്ക് ഇനി ഒരിക്കൽ വരുമ്പം അവിടെ ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാം. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഇതുപോലത്തെ പുതിയ പുതിയ നല്ല നല്ല കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.